ഇടതുപക്ഷത്തെ തകർക്കുക, അതാണ് ബി ജെ പിയുടെ അജണ്ട. ആ ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടക്ക് കോൺഗ്രസ് കൂടുതൽ ഇടതുപക്ഷത്തെ തകർക്കുക എന്ന ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടയുടെ കൂടെയല്ലേ കോൺഗ്രസ് എടുക്കുന്നത്. അതിനായി കോൺഗ്രസിന്റെ അംഗീകരിച്ച നേതാക്കൾ തന്നെ ഇടതുപക്ഷത്തിനെതിരെ ആക്രമണം നടത്തുന്ന കാഴ്ചയല്ലേ നമുക്കിവിടെ കാണാൻ കഴിയും. ഇവിടെ ഇടതുപക്ഷം സ്വീകരിച്ച നിലപാട് നോക്കണം. എല്ലാ വിധത്തിലും ബി ജെ പി സർക്കാർ എല്ലാവരുടെയും നടപടി എടുക്കുന്നത്. അതില് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും എല്ലാം എഴുതുന്നത് അവരെല്ലാം ചോദ്യം ചെയ്യുന്നതിനുണ്ടായത് കേരള ഏജൻസികളെ അവരെ ചോദ്യം ചെയ്തപ്പോ ഇടതുപക്ഷം നിസ്സംഗത വായിച്ചോ? അതിനെ ശക്തമായി എതിർക്കാൻ ഇടതുപക്ഷം തയ്യാറായിട്ടോ? രാഹുൽ ഗാന്ധിയുടെ എം പി സ്ഥാനം അയോഗ്യമാക്കുന്നതിനുള്ള നീക്കം നടന്നപ്പോ അതിനെ എതിർത്തത് ജനാധിപത്യ വകുപ്പ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയിലൂടെ ഇടതുപക്ഷം ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു. കോൺഗ്രസിനെ ഫണ്ട് മരവിപ്പിച്ചപ്പോ അക്കാര്യത്തിൽ ഇടതുപക്ഷം ബി ജെ പി ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാടിനെതിരെ രംഗത്ത് വരികയും ചെയ്തു. ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ രാഷ്ട്രീയം മനസ്സിലാക്കാൻ ഇടതുപക്ഷത്തിന് എല്ലാ വിധത്തിലും കഴിഞ്ഞു. ബി ജെ പി വിരുദ്ധ നിലപാട് അതിന്റെ ഭാഗമായി കൃത്യമായി സ്വീകരിക്കുന്നതിനും ഇടതുപക്ഷത്തിന് കഴിഞ്ഞു.